Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. വിശുദ്ധ ബൈബിളില് യേശു 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. യേശു വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനത്തിന് ഒത്തിരി വിശന്നു, അല്ലേ? ഒത്തിരി വിശന്നു. അപ്പം യേശു ഇങ്ങനെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ആരോടെ ചോദിച്ചെന്നറിയാമോ? ആ വചനഭാഗം എവിടെ കിടക്കുന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. യേശുവിൻ്റെ മുൻപിലേക്ക് വലിയ ഒരു ജനതതി വരുന്നത് അവൻ കണ്ടു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവൻ കണ്ടിരുന്നു. 6:2 യോഹന്നാൻ 6:2 വചനം. യേശു തന്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് ചോദിക്കുക, ഇവർക്ക് അപ്പം ഭക്ഷിക്കാൻ കൊടുക്കുക. എന്നെ പറയുക, കർത്താവെ 200 ദിനാറുടെ അപ്പം മേടിച്ചാൽ പോലും തികയത്തില്ല. എന്നെ കൂടുതലുണ്ട്. അന്ത്രയോസ് എന്ന് പറഞ്ഞു. അന്ത്രയോസ് പറഞ്ഞു, യേശുവേ, ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മത്സ്യവുമുണ്ട്. ആ ബാലൻ വലിയ സന്തോഷത്തോടെ ഈ 5 അപ്പവും 2 മത്സ്യവും യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. യേശു ആശീർവദിച്ചു. അതുകൊണ്ട് നമ്മുടെ കൈവശമുള്ളത് എന്തുമാവട്ടെ അത് കർത്താവിന് കൊടുത്താലേ കർത്താവ് ആശീർവദിക്കത്തുള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് കർത്താവിന് കൊടുക്കണം. സമ്പത്താകാം, കഴിവാകാം, ബുദ്ധിയാകാം, എല്ലാം നമ്മൾ കർത്താവിന് കൊടുക്കണം. ഇന്ന് കർത്താവിന് കൊടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് കൊടുത്തവർ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് കൊടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് കൊടുക്കാതെ അനുഗ്രഹം പ്രാപിക്കുക എളുപ്പമല്ല. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതുപോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതുപോരാ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതുപോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇതുപോരാ. എന്താ പേര്? ബിനോയ്. എനിക്ക് കൽപ്പണിയാണ്. 10 വർഷം മുമ്പ് ഞാൻ നിലമേന്ന് വീണതാണ്. അന്ന് ബ്ലാസ്റ്റ് ഇട്ട് കിടന്ന് ഞാൻ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പണിക്കിറങ്ങി. പിന്നെ പലതവണ തെറ്റി വീണ് പല പ്രാവശ്യം കൊണ്ട് പറ്റി. ഇപ്പോൾ ഒരു 3 ആഴ്ചക്ക് മുമ്പ് വീണ്ടും ജോലി സ്ഥലത്ത് വെച്ച് ടൈലും സ്ലിപ്പായി തെറ്റി വീണ് ചിരട്ട സ്ലിപ്പായി പോയി. ഡോക്ടർ ഇനി തെറ്റിക്കഴിഞ്ഞോ MRI എടുത്ത് ഓപ്പറേഷനാണ്. പിന്നെ ബലം കിട്ടണില്ല, ശരിക്കും കാലിന് ബലം കിട്ടുന്നില്ല. ഈ മകൻ്റെ കാൽമുട്ട് ഡിസ്ലൊക്കേഷൻ ആണെന്നാണ്, കാലിന് ബലക്കുറവുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടോ? നിങ്ങൾ
കേട്ടോ പറഞ്ഞത്? ഉണ്ടോ? വലിയ സങ്കടത്തിലാ. മോൻ്റെ വീട് എവിടെയാ? പറവൂര്, എറണാകുളം ജില്ല പറവൂർ. യേശു സൗഖ്യം തരും നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഞാൻ വിശ്വാസമുണ്ട്. എനിക്ക് ഇവിടെ വന്ന് എൻ്റെ അപ്പച്ചനും പറഞ്ഞു ഇവിടെ ധ്യാനം ഒരു കൂടണം. ഞാൻ വന്ന് കിഴുപാടത്ത് ബ്രദറിൻ്റെ ഒരു ധ്യാനം നടന്നേൽ ഞാൻ അവിടെ വന്ന് അപ്പം ബ്രദർ അന്ന് പ്രാർത്ഥന സഹായമൊക്കെ മേടിച്ചതാണ് അന്ന് കിഴുപാടത്ത്. നമുക്കറിയാം വിശുദ്ധ ബൈബിളില് മത്തായിയുടെ സുവിശേഷം 14:14 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ അവരോട് അനുകമ്പ തോന്നി, അവരുടെ ഇടയിലുണ്ടായിരുന്ന എല്ലാ രോഗികളെയും അവൻ സൗഖ്യമാക്കി. ഈ കാൽമുട്ട് തെന്നിപ്പോന്ന ഡിസ്ലൊക്കേഷൻ ആണ്, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കാൽമുട്ട. നിങ്ങൾക്കറിയാം പണി ചെയ്താണ് ഈ മകൻ ജീവിക്കുന്നത്, അല്ലേ? അതെ, കൽപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മകൻ. ഇവിടെ സൗഖ്യം പ്രാപിച്ച് ഇറങ്ങിപ്പോകത്തുള്ളൂ. രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന യേശുവിൻ്റെ വലിയ കരുണയ ഓരോ രോഗശാന്തിയും. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനമാണ് ഓരോ രോഗശാന്തികളും. ഇവിടെ ഈ സ്റ്റേജിൽ ഒത്തിരി പേരുടെ കണ്ണുനീര് വീണിട്ടുണ്ട്, സന്തോഷത്തിൻ്റെ കണ്ണുനീര്. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു കൂലിപ്പണിക്കാരന് മുട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യണം, മുട്ട് വയ്യാതായാൽ പണി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചിലരൊക്കെ ഉണ്ട് രോഗശാന്തി ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് അവരോട് സഹതാപേ ഉള്ളൂ. അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. കർത്താവിൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. കർത്താവ് സൗഖ്യം നൽകും. ഇവിടെ ധ്യാനിക്കാൻ വന്നൊരു ചേച്ചി, എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയൊരു സംഭവമാണ്. ആ ചേച്ചിയുടെ കുടുംബത്തിനാകെയുള്ളത് 10 സെന്റ് സ്ഥലം. ഭർത്താവ് ഒരു ആസ്മ രോഗി, 3 കുട്ടികൾ പഠിക്കുന്നു. ഈ ഭർത്താവ് റബ്ബർ ടാപ്പിങ്ങിന് പോയാണ് കുടുംബം പുലർത്തുന്നത്, വേറെ വഴിയൊന്നുമില്ല. ഈ ആസ്മ രോഗം അങ്ങ് കൂടി പറ്റാതായി, വയ്യാതെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. പരിശോധനയിൽ ആ മനുഷ്യൻ്റെ ലങ്സിന് ക്യാൻസർ. ആ മനുഷ്യൻ്റെ ഹൃദയത്തെ ആ സംഭവം അങ്ങ് തളർത്തി കളഞ്ഞു. ആ മനുഷ്യൻ്റെ ഹൃദയത്തിന് വലിയൊരു സങ്കടമായി, നിരാശയായി. ആ ചേച്ചി പറയുകയാണ്, ആശുപത്രിയിൽ പിറ്റേ ദിവസം വന്നു. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണം. പക്ഷേ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. റബ്ബർ ടാപ്പിംഗ് അല്ലേ, ഒത്തിരി കഷ്ടപ്പെടുന്ന കുടുംബം. എന്നാൽ ചേച്ചി പുറത്ത് കടയിൽ എന്തോ സാധനം മേടിക്കാനോ എന്തോ ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭർത്താവ് വീടിൻ്റെ ഉള്ളിൽ ആത്മഹത്യ ചെയ്തു. 50 വയസ്സ് താഴെയുള്ളൊരു മനുഷ്യനാണ്, ലങ്സിന് ക്യാൻസർ, ചികിത്സിക്കാൻ പണമില്ല. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ വചനം കേട്ടാൽ കർത്താവിന് സൗഖ്യം നൽകാൻ പറ്റും. നിരാശയിലായിരുന്ന ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ധ്യാനിക്കുക, എൻ്റെ അടുക്കൽ വന്ന് ഈ സംഭവം പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞു. ഭർത്താവിൻ്റെ മരണം, 3 കുഞ്ഞുങ്ങൾ, വലിയ കഷ്ടതയിലാണ് കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും തകർച്ചകളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശപ്പെടാനോ മരണത്തെക്കുറിച്ച് ചിന്തിക്കാനോ ജീവിതം അവസാനിപ്പിക്കാനോ ഒരിക്കലും ചിന്തിക്കരുത്. എന്ത് രോഗം വന്നോട്ടെ, അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങളെ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. അത് കർത്താവിൻ്റെ കരുണയുടെ സ്നേഹമാണ് ഓരോ രോഗശാന്തിയും. ഈ പാവം ചെറുപ്പക്കാരൻ, അവനെ കർത്താവ് ഈ ധ്യാനത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ നിന്ന് സൗഖ്യമാക്കി വിടത്തുള്ളൂ. ഇവിടെ തിരിഞ്ഞു ഞാൻ ഈ കാലയിലും ചവിട്ടാൻ പോകും കേട്ടോ. ഇന്നലെ കുമ്പസാരിച്ചോ? നല്ല കുമ്പസാരിച്ചല്ലേ? നന്നായിട്ട് പാപമൊക്കെ ഇട്ട് പറഞ്ഞല്ലേ? യേശു നന്ദി കർത്താവേ, നിങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവൻ്റെ കാൽമുട്ട് പൂർണ്ണമായിട്ട് സൗഖ്യമാവട്ടെ, കാലുകൾ ബലം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. നീക്കപ്പ് ഊരിക്കേ, ധൈര്യമായിട്ട് ഊരിക്കൂ. എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കാൽമുട്ടിനി ഊരി പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഊരത്തില്ല. വലിച്ചു കുറഞ്ഞു, ഊരത്തില്ല യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. തിരിച്ചു ഊരത്തില്ല മോനെ. കൈയടിച്ചു നന്ദി പറയട്ടെ. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഹല്ലേലൂയ. ഈ കാൽമുട്ട് ഇനി ഊരത്തില്ല. കർത്താവ് തൊട്ടതാ. Oh Jesus, you are my Lord. Oh Jesus.